The problems of migrated people are undescribable. Here we are discussing such a topic, The Inheritance of Laws by Kiran Desai. It's a novel written by the famous Indian English writer Kiran Desai. Here, inheritance of laws, it describes or it reflects the generational continuation of laws of identity of the immigrants. ഇമിഗ്രൻസ് മീൻസ് പലായനം ചെയ്ത് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് എത്തപ്പെടുന്നവരുടെ ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. അതിന്റെ നഷ്ടമാണ് ഈ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. ലോസ് മീൻസ് നഷ്ടം, ഇൻഹെറിറ്റൻസ് പാരമ്പര്യം, പാരമ്പര്യത്തിന്റെ നഷ്ടം എന്ന ഈ ടൈറ്റിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. And in this story we can see many themes: identity crisis, relationship and immigration. പ്രധാനപ്പെട്ട 3 തീം ഇമിഗ്രേഷൻ, അതേപോലെ തന്നെ ഐഡന്റിറ്റി ക്രൈസിസ്. അവർക്ക് ഉള്ള ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ്, ഏത് രാജ്യത്താണ് തങ്ങൾ ഉൾപ്പെടുന്നത് എന്നറിയാത്ത ഒരവസ്ഥ. അതേപോലെ തന്നെ ദ ക്ലാഷ് ഇൻ ദർ റിലേഷൻഷിപ്പ്, അവരുടെ ആ ബന്ധത്തിലുള്ള ആ ഒരു ക്ലാഷ്, ആ വൈരുദ്ധ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ നോവലില് കാണാൻ സാധിക്കും. ആൻഡ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ആർ ദ ജഡ്ജ്, കുക്ക്, സായി, Gyan and Biju. When the novel opens, the judge and his granddaughter Sai is sitting on the veranda of their home, Choyu. ഈ നോവൽ തുടങ്ങുമ്പോൾ ജഡ്ജ്, മെയിൻ കഥാപാത്രമാണ് ജഡ്ജും അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഡോട്ടറായ സായിയും ചോയു എന്ന വീടിന്റെ വരാന്തയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആൻഡ് ദെയർ കുക്ക് ഇസ് മേക്കിംഗ് ടീ, അവരുടെ കുക്ക് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് മഡ് ദ ജഡ്ജസ് ഡോഗ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ പോർച്ച്, ജഡ്ജിന്റെ ഡോഗ്, പെറ്റ് ഡോഗ് ആണ് മട്ട്, അത് പോർച്ചിൽ കിടന്നുറങ്ങുന്നുണ്ട്. At this time, a group of boys from the Gorkha National Liberation Front (GNLF) came there and threatened them with a rifle to hand over his gun and steal valuable things from the house. അങ്ങനെ ഇവരിങ്ങനെ വരാന്തയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ വരുന്നു. അവര് ഗോർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന മൂവ്മെന്റിന്റെ ഒരു സംഘടനയുടെ ഭാഗമായിട്ടുള്ള ചെക്കന്മാരാണ്. GNLF എന്നാണ് ഇതിന്റെ സംഘടനയുടെ പേര്. അവര് വരുന്നു, അവര് വന്ന് ജഡ്ജിനെ ഭീഷണിപ്പെടുത്തുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഗണ്ണ് കൊടുക്കണം, അതേപോലെ തന്നെ വിലപിടിപ്പുള്ള ആ വീട്ടിലെ വസ്തുക്കളെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കുറച്ച് ചെറുക്കന്മാർ അവിടെ വരുന്നു. ആൻഡ് The judge sends the cook to the police station. അങ്ങനെ ഈ പയ്യന്മാര് വന്ന്, ഈ ചെക്കന്മാര് വന്നിട്ട് അവിടെ വില പിടിച്ച എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് കുക്കിനെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടുന്നു. ഈ ഒരു സംഭവം ഇങ്ങനെ നടന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കുക്കിനെ പോലീസ് സ്റ്റേഷനിലേക്ക് ജഡ്ജ് വിടുന്നു. The police arrived there and accused the cook for having a hand in robbery. ഈ സമയത്ത് കുക്ക് പോയിട്ട് പറയുമ്പോൾ പോലീസ് അവിടെ എത്തുന്നു. അവിടെ എത്തുന്ന പോലീസ് ഈ കുക്കിന്, ഈ പാചകക്കാരന് ഈ ഒരു കൊള്ളത്തരത്തിൽ പങ്കുണ്ട്, ഈ കൊള്ള നടന്നതിലെ പങ്ക് അയാൾക്കുണ്ട് എന്ന് വരുത്തി തീർക്കുന്നു. ആൻഡ് ദേ ഡിസ്ട്രോയ് ഹിസ് ഹട്ട് ആൻഡ് റീഡ് ലെറ്റേഴ്സ് ഫ്രം ഹിസ് സൺ ബിജു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കൂര തൊട്ടപ്പുറത്തുണ്ട്, അത് അടിച്ചു തകർക്കുന്നു. അതേപോലെ തന്നെ കുറച്ച് കത്തുകളുണ്ട്. അയാളുടെ മകൻ ബിജു എന്ന അയാളുടെ മകൻ അമേരിക്കൻ അയച്ച കത്തുകളാണ്. ആ കത്തുകൾ വായിക്കുകയും ചെയ്യുന്നു. ആൻഡ് ബിജു വർക്ക്സ് അറ്റ് ഗ്രേസ് പപ്പായൻ അറ്റ് മാൻഹാറ്റൻ but is forced to leave as the manager asked him to do a green card check. ഈ സമയത്ത് ഓരോ ഹോട്ടലുകളിൽ വർക്ക് ചെയ്യാണ് ബിജു. അത് അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഗ്രേസ് പപ്പായ എന്ന മാൻഹാട്ടനിലെ ഒരു ഹോട്ടലിലാണ്. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ കാർഡ് ചെക്ക് വേണം, അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് വേണം. ആ ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് അവിടെ നിലനിൽപ്പുള്ളൂ. അപ്പൊ ആ ഗ്രീൻ കാർഡ് ചെക്കില് അതില്ല എന്ന് മനസ്സിലാക്കി അവിടുത്തെ മാനേജർ ബിജുവിനെ പുറത്താക്കുന്നു. ആൻഡ് ഹി ഗോസ് ഓൾമോസ്റ്റ് ഓൾ റെസ്റ്റോറൻറ്റ്സ് ബട്ട് ദ സിറ്റുവേഷൻ ഈസ് സെയിം എവരിവെയർ. അങ്ങനെ ഈ ഹോട്ടലിൽ നിന്നും, ഈ റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തു പോകുന്ന ബിജു ഒരുവിധം എല്ലാ ഹോട്ടലുകളിലും ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നു. പക്ഷെ എല്ലായിടത്തും ഇതേ ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. And he was sent out from the French restaurant when customers complain about the smell of food. അങ്ങനെ അവസാനം ഒരു ഫ്രഞ്ച് റെസ്റ്റോറൻറ്റിൽ ജോലി കിട്ടുന്നു. പക്ഷേ അവിടുന്ന് കസ്റ്റമേഴ്സ് കംപ്ലൈന്റ്, അതായത് ഫുഡിന്റെ സ്മെല്ല് മാറ്റം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നു. അങ്ങനെ ബിജുവിനെ അവിടുന്ന് പുറത്താക്കുന്നു. Sai arrived at the judge's house 9 years ago at the age of 8. സായി നമ്മൾ പറഞ്ഞു ജഡ്ജിന്റെ ഗ്രാൻഡ് ഡോട്ടറാണ്.
അവൾ 8 വയസ്സായപ്പോഴാണ് 9 വർഷം മുൻപ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചേരുന്നത്. And she was in St. Agnes Convent and grown up with English customs. അവള് അതിനു മുൻപ് ആഗ്നസ് കോൺവെന്റിലായിരുന്നു, സെന്റ് ആഗ്നസ് കോൺവെന്റിലായിരുന്നു. അവിടെ ഇംഗ്ലീഷ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ ആ രീതിയിലാണ് വളർന്നു വരുന്നത്. ഇംഗ്ലീഷ് കസ്റ്റംസും ട്രഡീഷനും ഒക്കെ പിന്തുടർന്ന് ആ ഒരു രീതിയിൽ വളരുകയാണ്. ആൻഡ് ഹർ പാരൻസ് ഹാഡ് റീസെന്റ് ബീൻ ഹിറ്റ് ബൈ എ ബസ്. അവളുടെ പാരൻസിന് ഇപ്പൊ അടുത്തായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. അങ്ങനെ ദ നൺസ് റിട്ടേൺ ഹർ ടു ഹർ ഗ്രാൻഡ് ഫാദർ. അവളുടെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് ഈ കുട്ടിയെ അവിടുത്തെ സിസ്റ്റേഴ്സ്, സെന്റ് ആഗ്നസ് കോൺവെന്റിലെ സിസ്റ്റേഴ്സ് എത്തിക്കുന്നു. And the judge was so pleased to be with her as she has English culture. അവൾക്ക് ഇംഗ്ലീഷ് കൾച്ചർ ആയതുകൊണ്ട് തന്നെ അവളെ ജഡ്ജിന് ഒരുപാട് ഇഷ്ടമാകുന്നു. And the judge now remembers when he had left his own home at the age of 20. ഈ സമയത്ത് സായിയെ കാണുന്ന സമയത്ത് ജഡ്ജ് തന്റെ കാലം ആലോചിക്കുന്നത്, അതായത് താൻ 20 വയസ്സായ സമയത്ത് വീട് വിട്ടുപോയ ആ ഒരു അവസ്ഥയാണ് അദ്ദേഹം ആലോചിക്കുന്നത്. He got admission to study Indian Civil Service at Cambridge, and at that time he had just married Nimmi, a girl of 14 years old. 20 വയസ്സിലാണ് അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാനുള്ള അവസരം കിട്ടുന്നത്, അഡ്മിഷൻ കിട്ടുന്നത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ അവസരം കിട്ടുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിലേക്കാണ് അദ്ദേഹം അഡ്മിഷൻ എടുക്കുന്നത്. അങ്ങനെ ആ ഒരു 20 വയസ്സിൽ അദ്ദേഹം ജസ്റ്റ് കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ. കല്യാണം കഴിച്ച് 14 വയസ്സുള്ള നിമ്മി എന്ന പെൺകുട്ടിയാണ്, വളരെ വെൽത്തി ആയിട്ടുള്ള നിമ്മി എന്ന പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. And he was treated as an outcast and a second class citizen at Cambridge. കേംബ്രിഡ്ജിൽ എത്തപ്പെടുന്ന അദ്ദേഹത്തെ അവരൊരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ ഒരു വിവേചനം കാണിക്കുന്നു. ഔട്ട്കാസ്റ്റ് മീൻസ് തങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത ഒരാളായിട്ടാണ് അവരെ പരിഗണിക്കുന്നത്. And he began to feel hatred towards his skin color and his own accent, and so spent most of his time on studying. അങ്ങനെ അവിടെ എത്തുന്ന ഈ നമ്മുടെ ജഡ്ജിന്, 20 വയസ്സ് പ്രായമുള്ള ജഡ്ജിന് ഒരുപാട് വിവേചനങ്ങളും വേർതിരിവുകളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്കിൻ കളറിനോടൊരു പുച്ഛം തോന്നുന്നു. അതോടൊപ്പം തന്നെ തന്റെ ആക്സെന്റ്, ഇന്ത്യൻ ഇംഗ്ലീഷ് ആക്സെന്റ് ആണ്, ആ ആക്സെന്റിനോടും പുച്ഛം തോന്നുന്നു. അങ്ങനെ മറ്റു കുട്ടികളോടൊന്നും ഇടപെടാതെ മാക്സിമം സമയം പഠനത്തിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. And the cook takes Sai to her new tutor Noni, who lives with her sister Lola. ഈ സമയത്ത് നമ്മുടെ സായിയെ മറ്റൊരു അധ്യാപികയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അധ്യാപികയുടെ പേര് നോനി എന്നാണ്. അവർ താമസിക്കുന്നത് അവരുടെ സഹോദരിയായ ലോലയോടൊപ്പമാണ്. ലോല എന്ന സഹോദരിയോടൊപ്പം താമസിക്കുന്ന നോനി എന്ന ട്യൂട്ടറുടെ അടുത്തേക്ക് കുക്ക് സായിയെ കൊണ്ടുപോകുന്നു. And on the way they pass the houses of Uncle Poti, Father Booty, the African princess and Mrs. Sen, who belong to the upper class and highly educated. ഇവർ പോകുന്ന വഴിക്കാണ് ഈ പറഞ്ഞവരുടെ ഒക്കെ വീട്. ആരൊക്കെയാണ്? അങ്കിൾ പോട്ടി, ഫാദർ ബൂട്ടി, പിന്നെ ആഫ്രിക്കൻ പ്രിൻസസ്, അതേപോലെ തന്നെ മിസ്സിസ് സെൻ. ഇവരുടെ ഒക്കെ വീട് കടന്നാണ് ഈ പുതിയ വീട്ടിലേക്ക്, അതായത് പുതിയ ട്യൂട്ടറുടെ അടുത്തേക്ക്, നോനി എന്ന ട്യൂട്ടറുടെ അടുത്തേക്ക് പോകുന്നത്. And Biju's life in each restaurants were pathetic. കുറച്ച് നേരം സായിയുടെ കഥ പറഞ്ഞു. വീണ്ടും ബിജുവിലേക്കാണ് കഥ പോകുന്നത്. ബിജുവിന്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. നമ്മൾ പറഞ്ഞു അമേരിക്കയിലാണ്. അമേരിക്കയിലെ ഓരോ റെസ്റ്റോറൻറ്റിലും അവന്റെ അവസ്ഥ വളരെ പരിതാപകരമായി മാറുന്നു. അറ്റ് ലാസ്റ്റ് ഹി ഗെറ്റ്സ് എ ജോബ്. അവസാനം കുറെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് അവന് അവസാനം ഒരു ജോലി കിട്ടുന്നു. And now he gets a job at the Queen of Tarts Bakery. ക്വീൻ ഓഫ് ടാറ്റ്സ് ബേക്കറിയിലാണ് ജോലി കിട്ടുന്നത്. And now the cook is so unhappy with the treating of the judge. കാരണം the judge mistreated him all the time. കുക്കിന് വളരെ സങ്കടമാണ്. കാരണം ജഡ്ജ് എപ്പോഴും അദ്ദേഹത്തെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്തെടുത്താലും കുറ്റം പറയുന്ന ഒരു അവസ്ഥ, എന്തിനും ഏതിനും കുറ്റം പറയുന്ന ഒരു അവസ്ഥ. And the cook became so ashamed of him. ഈ ഒരു അവസ്ഥയിൽ കുക്കിന് തന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. കാരണം ഇയാളുടെ വായിരിക്കുന്നത് മൊത്തം കിട്ടുന്ന ഒരവസ്ഥയാണ്. So he began to lie to Sai and other servants of the judge's wealth and social standing. ഈ സമയത്ത് തന്നെ ഇങ്ങനെ അപമാനിക്കുന്ന ജഡ്ജിനെ കൊണ്ട്
കുക്ക് കുറെ കുറ്റങ്ങൾ പറയുന്നു. അതായത് കുക്ക് സായിയോടും മറ്റു വേലക്കാരോടൊക്കെ പറയുന്നത് ഇയാൾക്ക് പണത്തിന്റെ അഹങ്കാരമാണ്, ഇയാൾ ഇഷ്ടം പോലെ പൈസ സമ്പാദിച്ചു വെച്ചിട്ട് ആ പണത്തിന്റെ അഹങ്കാരം കാണിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എക്സാജറേറ്റ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സമ്പത്തിനെ കുറിച്ച് എക്സാജറേറ്റ് ചെയ്യാൻ തുടങ്ങി. And really the judge was born in a poor peasant family, but his father sent him to mission school. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ജഡ്ജിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ പക്ഷേ അദ്ദേഹത്തെ മിഷൻ സ്കൂളിൽ നല്ല വിദ്യാഭ്യാസത്തിന് ചേർത്തു. ആൻഡ് ഹി സ്റ്റഡീഡ് വെൽ ആൻഡ് വെന്റ് ടു കേംബ്രിഡ്ജ് ആൻഡ് അഡ്മിറ്റഡ് ടു ഇന്ത്യൻ സിവിൽ സർവീസ്. അങ്ങനെ മിഷൻ സ്കൂളിൽ നിന്ന് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് ടോപ്പായി വന്നു. അങ്ങനെ കേംബ്രിഡ്ജിലേക്ക് ഇന്ത്യൻ സിവിൽ സർവീസ് പഠിക്കാനുള്ള അവസരം കിട്ടുന്നു അദ്ദേഹത്തിന്. ആൻഡ് ഹിസ് നോളജ് ഓഫ് റീജിയണൽ ഇന്ത്യൻ ലാംഗ്വേജ് ഇസ് മിനിമൽ ബട്ട് ട്രാവൽഡ് ഓൾ ഓവർ ഇന്ത്യ. റീജിയണൽ ലാംഗ്വേജിൽ അദ്ദേഹത്തെ പ്രാദേശിക ഭാഷയിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം വളരെ കുറവാണ്. എന്നാൽ തന്നെ അദ്ദേഹത്തിന് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാനുള്ള ടൂർ അടിക്കാനുള്ള ഒരു അവസരമൊക്കെ കിട്ടുന്നു. അങ്ങനെ ഒരു നല്ല നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സിവിൽ സർവീസിലാണ് അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടുന്നത് കേംബ്രിഡ്ജിൽ. ആൻഡ് ഗ്യാൻ എ റീസെന്റ് ഗ്രാജുവേറ്റ് അറൈവ്സ് ദെയർ ടു ടീച്ച് സായി ഓഫ് മാത്സ് ആൻഡ് സയൻസ്. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു കുക്ക് സായിയെ നോനി എന്ന ട്യൂട്ടറുടെ അടുത്ത് ചേർക്കുന്നു. പക്ഷെ നോനി മനസ്സിലാക്കുന്നവൾക്ക് കുറച്ചുകൂടി ഒരു സ്പെഷ്യൽ കെയർ വേണം. ഏതൊക്കെ വിഷയം? മാത്സും സയൻസും കുറച്ച് വീക്കാണ്, അവർക്ക് കുറച്ചുകൂടി ഒരു സ്പെഷ്യലൈസേഷൻ അതിൽ കിട്ടണം എന്ന് പറയുന്നു. അങ്ങനെ ഗ്യാൻ എന്ന ഒരു ഗ്രാജുവേറ്റിനെ കണ്ടുപിടിക്കുന്നു, ഒരു ട്യൂട്ടറായിട്ട്. ഗ്യാൻ എന്ന അപ്പം അടുത്ത് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അയാളെ കണ്ടുപിടിക്കുന്നു. ആൻഡ് സൂൺ ദേ അട്രാക്റ്റഡ് ഈച്ച് അതർ. പെട്ടെന്ന് തന്നെ അവർ തമ്മിൽ സ്നേഹത്തിലാകുന്നു, ഗ്യാനും സായിയും തമ്മിൽ സ്നേഹത്തിലാകുന്നു. ആൻഡ് ദി ക്വീൻ ഓഫ് ടാർട്സ് ബേക്കറി ബിജു മീറ്റ്സ് എ മുസ്ലിം നെയ്മഡ് സയ്യിദ് ഫ്രം സാൻസിബാർ. ഈ സമയത്ത് വീണ്ടും ബിജുവിന്റെ കഥയാണ്. ബിജു നമ്മൾ പറഞ്ഞു ക്വീൻ ഓഫ് ടാർട്സ് ബേക്കറിയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അവിടെ വെച്ച് സയ്യിദ് എന്ന ഒരു പാകിസ്ഥാനിയെ കണ്ടുമുട്ടുന്നു. പാകിസ്ഥാനി മീൻസ് സാൻസിബാർ എന്ന സ്ഥലത്തെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു. അദ്ദേഹം ഹീസ് ഗുഡ് അറ്റ് സ്റ്റേ അഫ്ലോട്ട് ഇൻ ദി അണ്ടർഗ്രൗണ്ട് സിസ്റ്റം. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് കണ്ട് അങ്ങനെ ആകർഷകം ആകുന്നതാണ് ബിജു. ആൻഡ് ദ കുക്ക് ടെൽസ് സായി ദാറ്റ് ദ ജഡ്ജ് ഹേറ്റഡ് ഹിസ് വൈഫ് ദോ ഹി ലൈസ് ദാറ്റ് ഹി ലവ്സ് ഹിസ് വൈഫ് നിമ്മി. ഈ സമയത്ത് കുക്ക് വീണ്ടും പറയുന്നു, ഈ കഥ ഇങ്ങനെ ഇന്റർട്വൈൻഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ബിജുവിന്റെ കഥ വരുന്നു, അതിനിടയ്ക്ക് തന്നെ ഈ ഒരു കഥയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുക്ക് സായിയോട് പറയുന്നു, ജഡ്ജിന്റെ ഭാര്യ നിമ്മി എന്നാണ് ജഡ്ജിന്റെ ഭാര്യയുടെ പേര്, നിമ്മിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് ജഡ്ജ് പറയുന്നത് പച്ചക്കള്ളാണ്, അയാൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഭാര്യയോട് എന്ന് കുക്ക് സായിയോട് പറയുന്നു. ദെൻ സായി ബിഗാൻ ടു ക്വസ്റ്റ്യൻ ദ ജഡ്ജ്. ഈ സമയത്ത് കുക്ക് പറഞ്ഞു കൊടുക്കുന്നു അയാൾ പറയുന്നതൊക്കെ പച്ചക്കള്ളാണ്, അയാൾക്ക് ഭാര്യയോട് ഭയങ്കര വെറുപ്പാണ് എന്ന് പറയുന്നത് സായി ജഡ്ജിനോട് ചോദിക്കുന്നു. ആൻഡ് ദ ജഡ്ജ് ബിഗാൻ ടു റിമെമ്പർ ഹിസ് വൈഫ്. ഈ സമയത്ത് തീരെ ഇഷ്ടമില്ലാതെ വരുന്നെങ്കിലും തൻ്റെ പഴയ കാലത്തിലേക്ക് ജഡ്ജ് പോകുന്നു. ഇൻ ഓർഡർ ടു മീറ്റ് ഹിസ് ട്രാവൽ എക്സ്പെൻസസ് വെൻ ഹി ഗോസ് ടു ഇംഗ്ലണ്ട്, ഹിസ് ഫാമിലി ഫൈൻഡ് ഔട്ട് എ വെൽത്തി ഗേൾ ടു ഗെയിൻ ഡൗറി. നിമ്മിയെ കല്യാണം കഴിക്കാനുണ്ടായ സാഹചര്യമാണ് പറയുന്നത്. ഇംഗ്ലണ്ടിലേക്ക് അഡ്മിഷൻ കിട്ടുന്നു. അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ട്രാവൽ എക്സ്പെൻസ് വേണം, അതായത് യാത്രാ ചെലവുകളൊക്കെ നിർവഹിക്കാൻ വേണ്ടി. നമ്മൾ പറഞ്ഞു പൂർ ഫാമിലിയിൽ ഉൾപ്പെട്ട ആളാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു ട്രാവൽ എക്സ്പെൻസ് കണ്ടെത്തുന്നതിന് വേണ്ടി, കുറച്ച് സ്ത്രീധനം കിട്ടാൻ വേണ്ടി നല്ല പണക്കാരിയായ നിമ്മി എന്ന പെൺകുട്ടി, 14 വയസ്സുള്ള പെൺകുട്ടിയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നു. ആൻഡ് ഷി വാസ് 14 years of age and her father Bombay Patel was so interested in him as he is planning to enter in the ICS, that is Indian Administrative System for Indian Civil Service. Bombay Patel was so interested. Bombay Patel ആണ് നിമ്മയുടെ അച്ഛൻ. അദ്ദേഹത്തിന് നമ്മുടെ ജഡ്ജിനെ ഒരുപാട് ഇഷ്ടമാവുന്നു. ബിക്കോസ് ഹി ഈസ് പ്ലാനിങ് ടു എൻ്റർ ഇൻ ICS, ദാറ്റ് ഈസ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് കയറാൻ പോകുന്ന വ്യക്തിയാണ്, തൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിന് പറ്റിയ ആളാണ്. അതുകൊണ്ട് ജഡ്ജിനെ ബൊമൻബായ് പാട്ടേലിന് ഇഷ്ടമാകുന്നു. അയാൾ തൻ്റെ 14 വയസ്സുള്ള മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു. ആൻഡ് in the first night the judge tried to consummate the girl but she was horrified. നമ്മൾ പറഞ്ഞു 14 വയസ്സുള്ള പെൺകുട്ടിയാണ്, ഇദ്ദേഹത്തിന് 20 വയസ്സും. അതിന് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ ഇദ്ദേഹം ആ പെൺകുട്ടിയെ
ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഉപദ്രവിക്കുക മീൻസ് റേപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ആകുന്നു. പക്ഷേ ആ കുട്ടി വളരെ പേടിച്ച് പിന്മാറുന്നു. ബിഫോർ ഹി ലെഫ്റ്റ് ഇംഗ്ലണ്ട് ഹി ടുക്ക് ഹർ ടു എ വണ്ടർഫുൾ ബൈസിക്കിൾ റൈഡ്. പക്ഷേ ആ ഒരു ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് മുൻപ്, ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാനാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. അതിനു മുൻപ് തന്നെ അവർ തമ്മിലുള്ള ഒരു ബന്ധം അവിടെ ദൃഢമാകുന്നു. And the cook sends letters to Biju requesting to help others to reach America. ഈ സമയത്ത് നമുക്കറിയാം, ആരെങ്കിലും ഒന്ന് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തുടരെ കത്തുകളായിരിക്കും, അവനെ കൂടെ ഒന്ന് കൊണ്ടുപോകും, ഇവനെ കൂടെ ഒന്ന് കൊണ്ടുപോകുന്നു. അതേപോലെ ഈ ബിജു അമേരിക്കയിൽ എത്തിയതിനു ശേഷം ഈ കുക്ക് കൂടെ കത്തുകൾ അയക്കാൻ തുടങ്ങി. അതായത് ഓരോ ആളെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ബിജുവിന് കത്തയക്കാൻ തുടങ്ങി. ബിജുവിന്റെ അവസ്ഥ നമുക്കറിയാം, ഓരോ ഹോട്ടലിൽ ഇങ്ങനെ മാറി മാറി ജോലിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു നടക്കുന്ന അവസ്ഥയിലാണുള്ളത്. പക്ഷെ അദ്ദേഹം അത് ഇവിടെ അറിയിക്കുന്നില്ല നാട്ടില്. ആൻഡ് സയ്യിദ് ഓൾസോ ഫേസസ് സെയിം സിറ്റുവേഷൻ. നമ്മൾ പറഞ്ഞു സിൻഡാദിൽ നിന്നുള്ള സയ്യിദും അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്, അയാൾക്കും ഇതേ അവസ്ഥയിലാണ്. ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് മെൻ ടോക്ക് ദം ടു ഗെറ്റ് ദെയർ ഗ്രീൻ കാർഡ് ആൻഡ് വിച്ച് ഈസ് ദെയർ മെയിൻ എയിം ബട്ട് ബിഫൂൾ ദം ബൈ ടേക്കിംഗ് ദെയർ മണി. ഈ സമയത്ത് കുറച്ച് ചെറുപ്പക്കാർ അവരോട് പറയുന്നു, നിങ്ങളെ ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കാമെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഏകദേശം 8000 രൂപയോളം പൈസയും അതേപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളും അവരുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റുന്നു. ആൻഡ് ആഫ്റ്റർ ദിസ് ഇൻസിഡന്റ് ദ ക്വീൻ ഓഫ് ടാർട്സ് ബേക്കറി ക്ലോസസ്. ഈ ഒരു സംഭവത്തിന് ശേഷം ബിജു വർക്ക് ചെയ്യുന്ന ക്വീൻ ഓഫ് ടാർട്സ് ബേക്കറി അടച്ചു പൂട്ടുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം ധ്യാൻ ആൻഡ് സായി become so close and they began to flirt and play games. ഈ സമയത്ത് ധ്യാനും സായിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുപ്പത്തിലേക്ക് എത്തുന്നു. and they began to go to cultural institutions, zoo, monastery etc. അങ്ങനെ പല സ്ഥലങ്ങളിലും, അതായത് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാംസ്കാരികമായിട്ടുള്ള സ്ഥാപനങ്ങള്, അതേപോലെ മൃഗശാലകള്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ ഒന്നിച്ചു പോകുന്നു. ആൻഡ് ഹി ടെൽസ് നത്തിങ് അബൌട്ട് ഹിസ് ഫാമിലി. ഗ്യാൻ തന്റെ കുടുംബത്തെക്കുറിച്ച് ഒന്നും തന്നെ സായിയോട് പറയുന്നില്ല. ലോല ആൻഡ് നോനി ഡിസ്കസ് ദി കണക്ഷൻ ഓർ കണ്ടീഷൻ ഓഫ് നേപ്പാളീസ് ഇൻ ഇന്ത്യ ഹു ഡിമാൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, സ്കൂൾസ് എക്സെട്ര. ഈ സമയത്ത് ലോലയും നോനിയും നേപ്പാളികൾ അല്ലെങ്കിൽ നേപ്പാൾ ജനത, ഇന്ത്യയിൽ താമസിക്കുന്ന നേപ്പാൾ ജനതയുടെ ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നു. അതായത് അവർക്ക് ആവശ്യം ജോബ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ വേണം, അതേപോലെ തന്നെ കുറച്ച് സ്കൂളുകളും കൂടി വേണമെന്നൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ആൻഡ് ലോല അണ്ടർസ്റ്റാൻഡ്സ് ഹെർ ഓൺ prejudice about them when their neighbor Mrs. Sen talk about Pakistanis with the same bias. ഈ സമയത്ത് ഈ നേപ്പാൾ ജനതയെക്കുറിച്ച് തൻ്റെ മുൻവിധികൾ ലോല പറയുന്ന സമയത്ത് അവൾക്ക് മനസ്സിലാകുന്നത് തൻ്റെ അതേ ഒരു മുൻവിധികളാണ് മിസ്സിസ് സെന്നിനുള്ളത്. കാരണം പാകിസ്ഥാൻ ജനത, അതായത് ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ ജനതയെക്കുറിച്ചും അവർക്ക് ആ ഒരു ബയാസ് ഉണ്ട് എന്ന് പറയുന്നു, ആ ഒരു ചായ്വുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ബിജു നൗ വർക്ക്സ് അറ്റ് എ റെസ്റ്റോറൻറ്റ് കോൾഡ് ബ്രിജിറ്റേഴ്സ്, ദെൻ ഇൻ ഗാന്ധി കഫേ. ഗാന്ധി കഫേയിലെ ബ്രിജിറ്റേഴ്സ് എന്ന ഒരു കഫേയിലാണ് ജോലി ചെയ്യുന്നത്. ആൻഡ് റൺ ബൈ ഹാരി ബട്ട് നോട്ട് ഹാപ്പി. ഹാരിസ് ഹാരി എന്ന വ്യക്തിയാണ് ആ ഒരു സ്ഥാപനം നടത്തുന്നത്. പക്ഷേ ബിജു സന്തോഷത്തിലല്ല. സായി സെലിബ്രേറ്റ്സ് ക്രിസ്മസ് വിത്ത് ലോല, നോനി, അങ്കിൾ പോറ്റി ആൻഡ് ഫാദർ ബൂട്ടി. ഈ സമയത്ത് സായി, നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റർട്വൈൻഡ് ആണ് സംഭവങ്ങൾ. ബിജുവിന്റെ കഥ ഒരു ഭാഗത്ത് പറയുന്ന സമയത്ത് തന്നെ സായിയുടെയും ആ ഒരു ജഡ്ജിന്റെയും ഒക്കെ കഥ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് സായി ക്രിസ്മസ് ആഘോഷിക്കുന്നത് ലോല, നോനി, അതേപോലെ അങ്കിൾ പോറ്റി, ഫാദർ ബൂട്ടി ഇവരോടൊപ്പം ഒക്കെ ആഘോഷിക്കുന്നു. ആഫ്റ്റർ ന്യൂ ഇയർ ഗ്യാൻ സീസ് എ പ്രൊസഷൻ ഓഫ് യങ് മെൻ ഫ്രം GNLF ആൻഡ് അട്രാക്റ്റഡ് വിത്ത് ദം. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു ഗ്യാൻ ഒരു ട്യൂട്ടറാണ്, അതേപോലെ ഗ്രാജുവേറ്റ് ആണ്. അദ്ദേഹം കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു പ്രൊസഷൻ കാണുന്നു. അത് നേരത്തെ നമ്മൾ പറഞ്ഞ GNLFന്റെ ആ ഒരു ടീമാണ്, ഗോർക്കേസ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്. ആ ഒരു ടീമിന്റെ കുട്ടികളാണ്. ആൻഡ് അട്രാക്റ്റഡ് വിത്ത് ദം, ആ ഒരു മൂവ്മെന്റിലേക്ക് ഗ്യാൻ ആകൃഷ്ടനാകുന്നു. ആൻഡ് ഹി എൽസ് അറ്റ് സായ് ഓഫ് ഹർ ഇംഗ്ലീഷ് കൾച്ചർ ആൻഡ് എലിറ്റിസം. ഈ സമയത്ത് സായിക്ക് നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് കൾച്ചറാണ്, അവൾ വളർന്നു വന്ന ആ ഒരു ഇംഗ്ലീഷ് കൾച്ചറിനെ ഗ്യാൻ എതിർക്കുന്നു. ആൻഡ് ദ ജഡ്ജസ് വൈഫ് നിമ്മി ടുക്ക്
his powder puff, which made him a bit of ridicule among the members of the family. ഈ സമയത്ത് വീണ്ടും ജഡ്ജ് തൻ്റെ ഭാര്യ ഓർക്കുകയാണ്. നിമ്മി എന്ന ഭാര്യ 14 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവളെ ഓർക്കുന്നത്, അതായത് ഇയാള് ഇംഗ്ലണ്ടിൽ പോയി വന്നതിന് ശേഷം വന്നപ്പോൾ പൗഡർ പഫ്, അതായത് പുകവലിക്കുന്ന സംഭവം, പുകവലിക്കുന്ന ആ ഒരു സിഗരറ്റ് അവളുടെ കയ്യിൽ കിട്ടുന്നു. അവൾ ഇത് കാണിക്കുന്ന സമയത്ത് ഈ ജഡ്ജിനെ കുടുംബത്തിലുള്ള മറ്റുള്ളവർ പരിഹസിക്കുന്നു. ആൻഡ് ദിസ് ഇൻസിഡന്റ് ടേൺഡ് ദെയർ ലൈഫ് എ സോർ വൺ. ഈ ഒരു സംഭവമാണ്, അതായത് മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ പരിഹാസപാത്രമാക്കിയ ഈ നിമ്മിയോട് അദ്ദേഹത്തിന് വെറുപ്പാകുന്നു. ഈ ഒരു സംഭവമാണ് അവർ തമ്മിൽ തെറ്റാൻ കാരണം. ആൻഡ് ഹി ഗോട്ട് ഇൻഫ്യൂരിയേറ്റഡ് ആൻഡ് റേപ്ഡ് ഹർ. അങ്ങനെ ദേഷ്യപ്പെട്ട് അവളെ അദ്ദേഹം റേപ്പ് ചെയ്യുന്നു. ആൻഡ് ഹി ആസ്ക്ഡ് ഹർ ടു സ്പീക്ക് ഇംഗ്ലീഷ് വേർഡ്സ് ആൻഡ് കൾച്ചേഴ്സ്. ഇംഗ്ലീഷ് വേർഡ് സംസാരിക്കണം, അതേപോലെ തന്നെ ഇംഗ്ലീഷ് കൾച്ചർ പിന്തുടരണം എന്നൊക്കെ അയാൾ ആവശ്യപ്പെടുന്നു. ബട്ട് ഷീ റിഫ്യൂസ്ഡ് ഇറ്റ്. പക്ഷേ അവൾ അതിന് തയ്യാറാകുന്നില്ല. ആൻഡ് അറ്റ് ദിസ് ടൈം ഹി ത്രോസ് ഓഫ് ഹർ hair oil and bangles and pushed her face in the toilet and went for a tour. ഈ സമയത്ത് അവളുടെ ഹെയർ ഓയിൽ നമുക്കറിയാം, ആ ഒരു ഇംഗ്ലീഷ് കൾച്ചർ വേറെ, അതേപോലെ തന്നെ ഒരു കുറച്ചുകൂടി മോഡേൺ ആകാനാണ് പറയുന്നത്. പക്ഷേ ഇവര് അതിന് തയ്യാറാകുന്നില്ല. നിമ്മി എന്ന പെൺകുട്ടി അതിന് തയ്യാറാകുന്നില്ല. അങ്ങനെ അവളുടെ ഹെയർ ഓയിൽ എടുത്ത് കളയുന്നു, അതേപോലെ തന്നെ അവളുടെ വളയൊക്കെ ഊരിക്കളയുന്നു, അതേപോലെ തന്നെ മുഖം ക്ലോസറ്റിൽ പിടിച്ച് ഉരയ്ക്കുന്ന രീതിയിലേക്കൊക്കെ എത്തുന്നു. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം ടൂർ പോകുന്നു, ആ വീട് വിട്ട് എവിടെയൊക്കെയോ പോകുന്നു. ആൻഡ് ദ കുക്ക് റിമെമ്പേഴ്സ് ഹീസ് അറ്റംപ്റ്റ്സ് ടു സെൻഡ് ബിജു ടു അബ്രോഡ്. ഈ ജഡ്ജ് തൻ്റെ കഥ ഇങ്ങനെ ഓർക്കുന്ന സമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് കുക്ക് തൻ്റെ കഥ ഇങ്ങനെ ഓർക്കുകയാണ്. അതായത് താൻ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് തൻ്റെ മകൻ ബിജുവിനെ വിദേശത്തേക്ക് അയച്ചത് എന്ന് കുക്ക് ഓർക്കുന്നു. ആൻഡ് ഇൻ ഹിസ് ഫസ്റ്റ് ഇന്റർവ്യൂ ബിജു വാസ് ആക്സെപ്റ്റഡ് ആസ് എ ക്രൂസ് ഷിപ്പ് ലൈൻ. ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഇന്റർവ്യൂവിന് കിട്ടിയത് ഒരു കപ്പലിലെ ജോലിയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ സ്കാം, ബട്ട് ഹാഡ് ടു പേ 8,000 rupees ആസ് എ പ്രോസസ്സിംഗ് ചാർജ് ആൻഡ് കോസ്റ്റ് ഓഫ് ട്രെയിനിങ്. അവർ ഷിപ്പിൽ ജോലിയാണെന്ന് പറഞ്ഞ് 8,000 രൂപ പ്രോസസ്സിംഗ് ചാർജും അതേപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ പൈസയാണെന്നൊക്കെ പറഞ്ഞ് 8,000 രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്നു. പക്ഷെ പിന്നീടാണ് അറിയുന്നത് അങ്ങനെ ഒരു കമ്പനിയും ഇല്ല, അതൊരു കള്ളത്തരാണെന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ദെൻ ഹി ഗെയിൻഡ് എ ടൂറിസ്റ്റ് വിസ ആൻഡ് സെൻഡ് ബിജു ടു അമേരിക്ക. അതിനുശേഷം ഒരു ടൂറിസ്റ്റ് വിസയിലാണ് ബിജുവിനെ അമേരിക്കയിലേക്ക് വിടുന്നത്. ആൻഡ് അറ്റ് ഗാന്ധി കഫേ Biju sleeps on a rotten spinach and the owner Harish Hari refused to pay for a doctor for him. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു ഗാന്ധി കഫേയിലാണ് ജോലി ചെയ്യുന്നത് ലാസ്റ്റ്. ആ സമയത്ത് അവന് സ്പിനാഷിൽ ചീരയിൽ തട്ടിയിട്ട് ചവിട്ടിയിട്ട് സ്ലിപ്പായി വീണ് കൊടുക്കുന്നു. അങ്ങനെ വീഴുന്ന സമയത്ത് ഡോക്ടറുടെ അടുത്തേക്ക് പോകാനുള്ള പൈസ ഹരീഷ് ഹാരി കൊടുക്കുന്നില്ല, ഓണർ കൊടുക്കുന്നില്ല. ആൻഡ് ഹി സജസ്റ്റ് ബിജു ടു റിട്ടേൺ ടു ഇന്ത്യ ഫോർ മെഡിക്കൽ കെയർ. അയാൾ ഡോക്ടറെ കാണാൻ പൈസ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അയാൾ ബിജുവിനോട് പറയുന്നു നീ എത്രയും വേഗം ഇന്ത്യയിലേക്ക് പോകൂ, അവിടെ പോയിട്ട് ഡോക്ടറെ കാണുമെന്ന് സജസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഫാദർ ബൂട്ടി, അങ്കിൾ പോട്ടി, നോനി, ലോല ആൻഡ് സായി ഗോ ടു എക്സ്ചേഞ്ച് ദെയർ ലൈബ്രറി ബുക്സ്. ഈ സമയത്ത് ഇവരെല്ലാവരും കൂടി, സായി, ഫാദർ ബൂട്ടി, അങ്കിൾ പോട്ടി, നോനി, ലോല ഇവരെല്ലാവരും കൂടി തങ്ങളുടെ ലൈബ്രറി ബുക്ക് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് ദേ സോ JNLF പ്രൊസഷൻ ആൻഡ് ഗ്യാൻ ഇൻ ഇറ്റ്. ആ ഒരു കൂട്ടത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ആ ഒരു ലിബറേഷൻ മൂവ്മെന്റ് ആണ്, അതിൽ അവർ ഗ്യാനെ കാണുന്നു. ആൻഡ് ഫാദർ ബൂട്ടി വാസ് ഡിപ്പോർട്ടഡ് ബൈ ദി പോലീസ് ആസ് ഹി ഈസ് ഇൻ ഇന്ത്യ ഇല്ലീഗലി. ഈ സമയത്ത് ഫാദർ ബൂട്ടി അദ്ദേഹത്തെ പോലീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നു ഇന്ത്യയിൽ അദ്ദേഹം ഉള്ളത് നിയമപരമായിട്ടല്ല, അതിനുള്ള രേഖകളൊന്നും ഇല്ലാതെയാണ് ഇന്ത്യയിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ നേപ്പാളിലേക്ക് തിരിച്ചയക്കാനുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ഏർപ്പാടാക്കുന്നു. ആൻഡ് ദ പോലീസ് അക്യൂസ് ദ ഡ്രങ്ക് ഓഫ് ദ ജഡ്ജസ് ഹൗസ് റോബറി ആൻഡ് ബീറ്റ് ഹിം ബ്രൂട്ടലി. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു നോവലിന്റെ തുടക്കത്തിൽ കുറച്ച് ചെറുപ്പക്കാർ വന്ന് വീട് കൊള്ളയടിക്കുകയാണ്, ജഡ്ജിന്റെ വീട് കൊള്ളയടിക്കുകയാണ്. ആ കൊള്ളയടിക്കുന്നത് ഒരു മദ്യപാനിയാണ് എന്ന് പോലീസ് വരുത്തി തീർക്കുന്നു. അങ്ങനെ അയാളെ മാരകമായിട്ട് ഉപദ്രവിക്കുന്നു. ബിജു ഹിയേഴ്സ് ഓഫ് ദി നേപ്പാളി സ്ട്രൈക്ക് ഇൻ ഇന്ത്യ. ഈ സമയത്ത് അമേരിക്കയിലുള്ള ബിജു ഇന്ത്യയിൽ നേപ്പാൾ
ജനത നടത്തുന്ന സമരത്തെക്കുറിച്ച് അറിയുന്നു. ആൻഡ് ദി നേപ്പാളീസ് പുട്ട് അപ്പ് ദെയർ ടെൻസ് ഇൻ ലോലാസ് ആൻഡ് നോയിസ് പ്രോപ്പർട്ടി. ഈ JNFന്റെ ആ ഒരു ടീം ടെന്റ് കെട്ടിയിരിക്കുന്നത് ലോലയുടെയും നോണിയുടെയും പ്രോപ്പർട്ടിയിലാണ്. ആൻഡ് സായി സീസ് ഗ്യാൻ അറ്റ് ഹിസ് ഹോം ആൻഡ് ബിക്കം സിമ്പത്തറ്റിക് ഓഫ് ഹിസ് പോർ ഹോം. ഈ സമയത്ത് സായി ഗ്യാനെ അവൻ്റെ വീട്ടിൽ പോയിട്ട് കാണുന്നു. വീട്ടിൽ പോയി കാണുന്ന അവൾക്ക് ഭയങ്കര സങ്കടമാകുന്നു. കാരണം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഗ്യാനിൻ്റെ വീടുള്ളത്. വളരെ പാവപ്പെട്ടവനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്യാൻ അവൻ്റെ വീടിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആൻഡ് ഹി ത്രോസ് ഹെർ ഇൻ ടു എ ബുഷ് ആൻഡ് ബീറ്റ്സ് ഹെർ. ഈ സമയത്ത് സായിയോട് ദേഷ്യപ്പെടുന്നു. ഗ്യാൻ ദേഷ്യപ്പെട്ട് അവളെ ചവിട്ടി പുറത്താക്കണം. ആൻഡ് ദ ഡ്രഗ്സ് വൈഫ് ബെഗ് ടു ദ ജഡ്ജ് ഫോർ മണി ആൻഡ് മേഴ്സി. ഈ സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു മദ്യപാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, മാരകമായി ഉപദ്രവിച്ചു. ജഡ്ജിന്റെ വീട് കൊള്ളയടിക്കാനുള്ള കാരണം ഈ മദ്യപാനിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. അയാളുടെ ഭാര്യ ജഡ്ജിന്റെ അടുത്ത് പൈസയും അതേപോലെ തന്നെ സഹായവും വേണമെന്ന് പറഞ്ഞ് ആ ഭാര്യ വരും. ആൻഡ് ഗ്യാൻസ് സിസ്റ്റർ ഇൻഫോംസ് ദ ഫാമിലി ഓഫ് ഗ്യാൻസ് കണക്ഷൻ വിത്ത് JNLF ആൻഡ് ആസ്ക്ഡ് ഹിം നോട്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രൊട്ടസ്റ്റ് ദ ഫോളോയിങ് ഡേയ്സ്. ഈ സമയത്ത് ഗ്യാൻ്റെ സഹോദരി മനസ്സിലാക്കുന്നു ഇവൻ ഈ സംഘടനയിൽപ്പെട്ട ആളാണ്. JNLF നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ആ സംഘടനയിൽപ്പെട്ട ആളാണ്, ലിബറേഷൻ മൂവ്മെന്റ് ആണ്, ഇതിൽപ്പെട്ട ആളാണ് ഇവൻ എന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ അവനോട് പറയുന്നു ഇത് വളരെ ഡേഞ്ചറായിട്ട് പോകും, അതുകൊണ്ട് നീ അടുത്ത ദിവസത്തിൽ ഈ സംഘടനയുടെ ഈ മൂവ്മെന്റിന്റെ അടുത്ത ദിവസത്തെ പരിപാടിയിൽ ലിബറേഷൻ പരിപാടികളൊക്കെ ഉണ്ട്, അവരുടെ ആ ഒരു പരിപാടികളൊന്നും പങ്കെടുക്കരുത് എന്ന് കുടുംബം അവനോട് ആവശ്യപ്പെടുന്നു. And Cook attends the next day protesting JNLF at Kalimpong as they asked each family's male members to be a representative. ഈ സമയത്ത് അതിൻ്റെ പിറ്റേന്നുള്ള പരിപാടിയിൽ നമ്മുടെ കുക്ക് പങ്കെടുക്കുന്നു. കാരണം ഈ സംഘടന ഓരോ വീട്ടിലും പോയിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അവിടുത്തെ ആണുങ്ങൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം. അങ്ങനെ നമ്മുടെ കുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ആൻഡ് റോക്സ് began to fly everywhere and the police and protesters are in confusion and the police fired at the crowd. ഈ സമയത്ത് ഈ ഒരു ജാഥ നടക്കുമ്പോൾ, പ്രൊസഷൻ നടക്കുന്ന സമയത്ത്, ജാഥ നടക്കുന്ന സമയത്ത് എവിടെ നിന്നോ കുറേ കല്ലുകൾ വന്ന് പതിക്കുന്നു. അങ്ങനെ പോലീസിനും അറിയില്ല ആരാണ് എറിഞ്ഞതെന്ന്, ഈ പ്രൊട്ടസ്റ്റേഴ്സിനും അറിയില്ല പുറത്തുള്ളവരാരോ ആണ് എറിഞ്ഞത്. പക്ഷേ പോലീസ് ഈ ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്നു. ആൻഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ വർ കിൽഡ് ഇൻ ദിസ് പ്രൊസഷൻ. ഈ ഒരു അറ്റാക്കിൽ, ഈ ഒരു ജാഥയിൽ പങ്കെടുത്ത ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ആൻഡ് മെനി യങ് ബോയ്സ് വർ കിൽഡ് ആൻഡ് ദ ഇൻഫ്യൂരിയേറ്റഡ് മോബ് ടേൺ ഓൺ ദ പോലീസ് ആൻഡ് ഡ്രൈവ് ദം അവേ. അങ്ങനെ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നത് കാണുന്ന ഈ ചെറുപ്പക്കാര് സംഘടിച്ച് പോലീസിനെതിരെ പോരാടുന്നു. അങ്ങനെ പോലീസിനെ അവിടെ നാട്ടി ഓടിക്കുന്നു. ബിജു നൗ റിട്ടേൺസ് ടു ഇന്ത്യ. ഈ സമയത്ത് ബിജു ഇന്ത്യയിലേക്ക് വരികയാണ്. ആൻഡ് ദ ഡ്രങ്കൺ മാൻസ് വൈഫ് ടേക്ക് എവേ മട്ട് ദ ഡോഗ് ഓഫ് ദ ജഡ്ജ്. ഈ സമയത്ത് നേരത്തെ വന്ന ആ മദ്യപാനിയുടെ ഭാര്യ ഈ ജഡ്ജിന്റെ നായയെ അടിച്ചോണ്ട് പോകുന്നു. മട്ടെന്ന് പേരുള്ള ആ നായയെ അടിച്ചോണ്ട് പോകുന്നു. ആൻഡ് ദ ജഡ്ജ് ഗോസ് ടു ദ പോലീസ് സ്റ്റേഷൻ ബട്ട് വാസ് മോക്ക്ഡ് ബൈ ദ പോലീസ് ഫോർ സച്ച് സിലി തിങ്സ്. വളരെ വലിയ ഒരു കലാപം, കുറേ ആളുകൾ മരിക്കുകയാണ്, അങ്ങനെയുള്ള കലാപമൊക്കെ നടക്കുന്ന സമയത്താണ് ജഡ്ജി പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് തൻ്റെ നായെ കാണുന്നില്ല എന്നും പറഞ്ഞ്. അങ്ങനെ നായെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ജഡ്ജിനെ അവർ പരിഹസിച്ചു വിടുന്നു. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇത്ര നിസ്സാരമായ കാര്യത്തിൽ ഇവിടെ വന്നതിന് അദ്ദേഹത്തെ പരിഹസിക്കുന്നു. ആൻഡ് ദ ജഡ്ജ് ഓൾസോ റിമെമ്പേഴ്സ് ഹിസ് വൈഫ് നിമ്മി. ഈ സമയത്ത് വീണ്ടും അയാൾ തൻ്റെ ഭാര്യയെ ഓർക്കുന്നു. The judge's wife Nimi was welcomed by a lady to be a part of Nehru Welcoming Committee for the Indian National Congress Party. Indian National Congress പാർട്ടിയുടെ ഒരു ബിഗിനിങ് ആണ്. ആ ഒരു പ്രോഗ്രാമിൽ നെഹ്റു വെൽക്കമിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ത്രീ വന്ന് ഈ നിമ്മിയെ ക്ഷണിക്കുന്നത് അദ്ദേഹം അറിയുന്നു. ആൻഡ് വെൻ ദ ജഡ്ജ് റിട്ടേൺഡ് ഫ്രം ഹിസ് ടൂർ ഹി വാസ് കോൾഡ് ബൈ ദ ഡിസ്ട്രിക്ട് കമ്മീഷണർ ആൻഡ് ഹി കൺഫ്രണ്ടഡ് എവറിഥിങ്. നമ്മൾ പറഞ്ഞു ഭാര്യയെ ഒരുപാട് ഉപദ്രവിക്കുകയും മുഖം കക്കൂസിൽ പിടിച്ച് ഉരയ്ക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ക്ലോസറ്റിനോട് മുഖം പിടിച്ച് ഉരയ്ക്കുകയൊക്കെ ചെയ്തു. അതേപോലെ തന്നെ അവളുടെ ഹെയർ ഓയില്, ബാംഗിൾസ് ഒക്കെ എറിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ടൂറിന് പോയതാണ്. തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തെ ഡിസ്ട്രിക്ട് കമ്മീഷണർ വിളിപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് മുന്നിൽ അയാൾ തൻ്റെ തെറ്റുകളൊക്കെ പറയുന്നു. ആൻഡ് ഹി ലോസ് ഹിസ് പ്രൊമോഷൻ. അങ്ങനെ തെറ്റ് ചെയ്ത ഈ ജഡ്ജിന്റെ പ്രൊമോഷൻ അദ്ദേഹം
ഒഴിവാക്കിക്കൊള്ളുന്നു, റദ്ദാക്കുന്നു. ആൻഡ് ഹി ലോസ് ഹിസ് പ്രൊമോഷൻ ആൻഡ് ഹി കേഴ്സ്ഡ് ഹിസ് വൈഫ് ആൻഡ് ബീറ്റ് ഹർ. നിമ്മിയെ, ഈ ഒരു സംഭവത്തിന്റെ പേരിൽ അദ്ദേഹം നിമ്മിയെ ഒരുപാട് ശകാരിക്കുന്നു, അതേപോലെ തന്നെ അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ 6 months നിമ്മി ഗേവ് ബർത്ത് ടു ഹർ ഡോട്ടർ. അങ്ങനെ 6 മാസത്തിന് ശേഷം നിമ്മി കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു, പെൺകുട്ടിയാണ്. ബട്ട് ഹി നെവർ വെൻ ടു സീ ഹിസ് ഡോട്ടർ. പക്ഷെ അദ്ദേഹം തൻ്റെ മകളെ കാണാൻ പോകുന്നില്ല. ആൻഡ് ഷീ സറണ്ടർഡ് ടു ഡെത്ത് വെൻ ഹർ സ്ലീവ് വാസ് കോട്ട് ഫയർ ഓൺ ദി സ്റ്റവ്. അങ്ങനെ അവസാനം സ്റ്റൗവിൽ നിന്ന് തീ പടർന്ന് ഡ്രസ്സിന് തീ പിടിച്ച് ഈ ഒരു വഴക്കൊക്കെ അവസാനിക്കുന്നത്. സ്റ്റൗവിൽ നിന്ന് ഡ്രസ്സിൽ തീ പടർന്ന് നമ്മുടെ നിമ്മി മരിക്കുന്നു. ബിജു, ആസ് ദർ വാസ് നോ ബസ് ഡ്യൂ ടു ദ JNLF protest, catches a ride with the JNLF and they took all his money and things. ഈ സമയത്ത് ഇന്ത്യയിലേക്ക് തിരിക്കുകയാണ് ബിജു. ഇന്ത്യയിലേക്ക് വരുന്ന ബിജു മനസ്സിലാക്കുന്നു സ്ട്രൈക്കാണ്, സ്ട്രൈക്ക് കാരണം ബസ്സുകളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. JNLFന്റെ സ്ട്രൈക്കാണ്, സ്ട്രൈക്ക് കാരണം ബസ്സുകളൊന്നും ഓടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ JNLF ആൾക്കാരോടൊപ്പം ഇയാൾ യാത്ര ചെയ്തു വരുന്നു. അങ്ങനെ യാത്ര ചെയ്തു വരുന്ന ഇയാളുടെ പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും ഒക്കെ ഇവർ അടിച്ചു മാറ്റുന്നു. ആൻഡ് the judge threatens to kill cook as he lost mud because of the cook's carelessness. ഈ സമയത്ത് കുക്കിന്റെ വീട്ടില്, ജഡ്ജിന്റെ വീട്ടില് ജഡ്ജ് കുക്കിനെ ഓടിക്കാണ്. അതായത് നിന്നെ ഞാനിപ്പോൾ കൊല്ലുവിടാന്ന് പറഞ്ഞ് ഓടിക്കാണ്. കാരണം ജഡ്ജ് പറയുന്നത് ഈ കുക്ക് അശ്രദ്ധമായിട്ട് നടന്നത് കൊണ്ടാണ് തൻ്റെ നായിനെ ഇവരൊക്കെ എടുത്തുകൊണ്ട് പോയത്, തനിക്ക് നായിനെ നഷ്ടപ്പെട്ടത് ഈ കുക്കിന്റെ കെയർലെസ്നെസ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഓടിക്കാണ്. ആൻഡ് ദ കുക്ക് മീറ്റ്സ് ഗ്യാൻ ആൻഡ് ഗ്യാൻ എഗ്രീസ് ടു ഫൈൻഡ് മഡ് ഫോർ സായ്. ഈ സമയത്ത് കുക്ക് അവിടുന്ന് ഓടിപ്പോയി ഗ്യാനെ കാണുന്നു. ഗ്യാനെ കാണുമ്പോൾ ഗ്യാൻ പറയുന്നു, ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ഈ നായിനെ കണ്ടുപിടിച്ച് തരാം സായിക്ക് വേണ്ടിയിട്ട്. കാരണം അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് സായി, സായിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ നായിനെ കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്നു. ആൻഡ് ദ കുക്ക് റിട്ടേൺസ് ടു ചോയു ആൻഡ് ദ ജഡ്ജ് ഹിറ്റ്സ് ഹിം ബാഡ്ലി വിത്ത് എ സ്ലിപ്പർ. അങ്ങനെ ഗ്യാനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന ഈ കുക്കിനെ ജഡ്ജ് വല്ലാതെ ഉപദ്രവിക്കുന്നു. ദ ജഡ്ജ് ബീറ്റ് ഹിം വിത്ത് എ സ്ലിപ്പർ. ജഡ്ജ് ഈ കുക്കിനെ സ്ലിപ്പർ ഉപയോഗിച്ച് വളരെയധികം മർദ്ദിക്കുന്നു. ആൻഡ് സായി ഇന്റർവീൻസ് ഇൻ ദിസ് ആൻഡ് മേക്സ് ടീ ഫോർ ഹിം. ഈ സമയത്ത് സായി അതിനിടയിൽ ഇടപെടുന്നു. അങ്ങനെ ഇടപെട്ട് അദ്ദേഹത്തിന് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, അതായത് കുക്കിന് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. നമ്മൾ ആദ്യം കാണുന്നത് സായിയും ഗ്രാൻഡ് ഫാദർ, അതായത് ജഡ്ജും കൂടി സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കുക്ക് ചായ ഉണ്ടാക്കുന്നതാണ്. ഈ നോവലിന്റെ അവസാനം ഈ അടികൊണ്ടിരിക്കുന്ന കുക്കിന് വേണ്ടി സായി ചായ ഉണ്ടാക്കുന്നു. ആൻഡ് ദെൻ ദി ഗേറ്റ് റാറ്റിൽസ്. ഈ സമയത്ത് ഗേറ്റ് തുറക്കുന്ന ഒച്ച കേൾക്കുന്നു. ആൻഡ് ദ കുക്ക് ഓപ്പൺസ് ദ ഡോർ ആൻഡ് സീസ് ഹിസ് സൺ. ഈ സമയത്ത് കുക്ക് വന്ന് നോക്കുന്നു, ആരാണ് വന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് കുക്ക് തൻ്റെ മകനെ കാണുന്നു. അങ്ങനെ ആ അച്ഛനും മകനും സ്തബ്ധരായി നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഐഡന്റിറ്റി ക്രൈസിസ്, ഇമിഗ്രേഷൻ ആൻഡ് റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട തീം. ഇതിൽ നേപ്പാൾ ജനതയുടെ, ഇന്ത്യയിൽ താമസിക്കുന്ന നേപ്പാൾ ജനതയുടെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് JNLF എന്ന സംഘടനയിൽപ്പെട്ട ആളുകൾ, അവരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഐഡന്റിറ്റി ക്രൈസിസ്, ബിജു എന്ന വ്യക്തി, അദ്ദേഹത്തിന് ഐഡന്റിറ്റി ഇല്ലാത്ത ഒരവസ്ഥ, ഐഡന്റിറ്റി ക്രൈസിസ്, അതായത് സായി അതേപോലെ തന്നെ ഐഡന്റിറ്റി ക്രൈസിസ് അനുഭവിക്കുന്ന വ്യക്തിയാണ്. കാരണം സായിയും വെസ്റ്റേൺ കൾച്ചറിലാണ് വളർന്നത്. അതിനുശേഷം ഇന്ത്യയിലേക്ക് എത്തുന്നു, അവൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ ജഡ്ജും, അദ്ദേഹവും നമ്മുടെ നാട് വിട്ടു പോയതിന് ശേഷം, അതായത് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് പഠിക്കാനായിട്ട് കേംബ്രിഡ്ജിൽ പോകുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിന് ഒറ്റപ്പെടൽ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. അതും ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. പിന്നീട് നമ്മുടെ കുക്കും ജഡ്ജും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മോസ്റ്റ് ഓഫൺ ദ ജഡ്ജ് ഇൽ ട്രീറ്റഡ് ദ കുക്ക്. ഇൽ ട്രീറ്റ് ചെയ്യുകയാണ്, മോശമായിട്ടാണ് ഈ കുക്കിനോട് പെരുമാറുന്നത്. എന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ജഡ്ജ്. നമ്മുടെ ഏകദേശം കിലുക്ക സിനിമയിലെ ഇന്നസെന്റും തിലകനും തമ്മിലുള്ള ആ ഒരു സീൻ പോലെയോ ഉള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ പറഞ്ഞു ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് മീൻസ് നഷ്ടങ്ങളുടെ പാരമ്പര്യമാണുള്ളത്. ദാറ്റ് മീൻസ് ദേ ലോസ് ദെയർ ഐഡന്റിറ്റി ആൻഡ് അവരിറ്റി.
ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയൊക്കെ പറഞ്ഞു. ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.